ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വചനഭാഗങ്ങൾ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 2 തവണ നാം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയായി ഇന്ന് നമ്മൾ വീണ്ടും കേൾക്കുന്നു. ഗലാത്യ 2:20 ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യേശു നമുക്കായി ക്രൂശിക്കപ്പെട്ടു. യേശുവിനെ വിശ്വസിക്കുന്ന നാമം യേശുവിനോടൊപ്പം എന്തായി? ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. അലർജിയുടെ രോഗങ്ങൾ ഈ വചനം പറയുമ്പോൾ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇടയ്ക്കിടയ്ക്ക് അലർജി പോലെ തുമ്മല്, മൂക്കിന് ചൊറിച്ചിൽ, ഇപ്രകാരം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. വചനം കേൾക്കുമ്പോൾ കർത്താവ് ചില വിടുതൽ ഓർമ്മിക്കുമ്പോൾ അപ്രകാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അലർജി വരിക, തുമ്മല് പോലെ വരിക, മൂക്ക് ചൊറിയുന്നത് പോലെ വരിക, അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് കൈ ഇവിടെ വെച്ചോണം. ഒന്ന് കർത്താവിനെ നന്ദി പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ അലർജികളും കഴിയുന്നു, എല്ലാ അലർജിയുടെ വ്യാപാരങ്ങളും കഴിയുന്നുണ്ട്. യേശുവിന്റെ ജീവൻ പഠിക്കട്ടെ, രക്തത്താൽ കഴുകി വിടുവിക്കുന്നു. ജീസസ് നെയിം. ആമേൻ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഈ വചനമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. യേശു ക്രൂശിക്കപ്പെട്ടു, ഞാൻ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ കേട്ട വചനഭാഗമാണ്, എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് നമ്മൾ കണ്ടത് 2 കൊരിന്ത്യർ 5:14 യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് നമ്മുടെ കർത്താവ് യേശു ക്രൂശിൽ മരിച്ചത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നിട്ട് പറയുകയാണ്, എല്ലാവരും മരിച്ചുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഹല്ലേലൂയ. എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് ഉത്തേജനം നൽകുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഏതവസ്ഥയിലാണെങ്കിലും അവന് വേണ്ടിയും അവന്റെ മഹത്വത്തിനു വേണ്ടിയുമാണ് എൻ്റെ ജീവിതം എന്നതാണ് നമ്മുടെ ഉള്ളിൽ ഉത്തേജനം നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുപോലെ നമ്മൾ 2 കൊരിന്ത്യർ 5:15 കണ്ടു, ജീവിക്കുന്നവർ അതുകൊണ്ട് ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അവരെല്ലാവർക്കും വേണ്ടി മരിച്ചത്. യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അപ്പൊ ജീവിച്ചിരിക്കുന്ന യേശു വിശ്വസിക്കുന്ന നമ്മൾ ഇനി നമുക്ക് വേണ്ടി ജീവിക്കാനല്ല, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റവന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് യേശു മരിച്ചത്. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞേ, യേശുവിൽ വിശ്വസിക്കുന്ന എന്റെ ജീവിതം ഇനി എനിക്ക് വേണ്ടിയല്ല, യേശുവിന് വേണ്ടിയാണ്. അപ്പോൾ യേശുവിന് എന്താണോ നമ്മളെ കുറിച്ചുള്ള ഹിതം, അതിനു വേണ്ടി മാറ്റപ്പെടുകയാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചതാണ്. ഹല്ലേലൂയ. അത് ആ വചനം 2 കൊരിന്ത്യർ 5:15 നമ്മളിപ്പോ വായിച്ച വചനം. അതുപോലെ റോമേ 6:6 നാം കണ്ടു. അവിടെ ഇങ്ങനെയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാത്ത വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്, പാപ സ്വഭാവത്തിന്, പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മുടെ പഴയ സ്വഭാവമുള്ള മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്താണ് യേശു വിശ്വസിക്കുന്നവർ അറിയുന്നത്? നാമും നമ്മുടെ പഴയ മനുഷ്യൻ ആരോടൊപ്പം ക്രൂശിക്കപ്പെട്ടു?
യേശുവിനോടൊപ്പം. ഏതാണ് നമ്മുടെ പഴയ മനുഷ്യൻ? പാപ സ്വഭാവങ്ങളുള്ള മനുഷ്യൻ, അനുസരണക്കേടുള്ള മനുഷ്യൻ. ആരോടൊപ്പം ക്രൂശിക്കപ്പെട്ടു? യേശുവിനോടൊപ്പം. നമ്മൾ യേശു വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിൽ ക്രൂശിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്തിനാണ് നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുന്നത്? നമ്മുടെ പഴയ സ്വഭാവങ്ങൾ ഇല്ലാതാവാൻ, പഴയ രീതികൾ ഇല്ലാതാവാൻ. നമ്മളിൽ ക്രിസ്തുവിന്റെ ശരിക്കുമുള്ള സ്വഭാവം വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുന്നത്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോ യേശുവിനോടൊപ്പം നിങ്ങൾ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് പദ്ധതികളാണുള്ളത്? നിങ്ങളുടെ എന്ത് പദ്ധതിയാണുള്ളത്? യേശുവിനോടൊപ്പം നിങ്ങൾ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് പ്രവൃത്തികളാണ് ഉള്ളത്? നിങ്ങളുടേതായ പ്രവൃത്തികൾ. യേശുവിലാണ് ഒരുവൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് സ്വപ്നമാണ് നിങ്ങളുടേതായിട്ടുള്ളത്? യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞ ഒരുവൻ പിന്നെ പിറുപിറുക്കില്ല, പരാതി പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതെന്റെ വിധിയാണെന്നൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ അവനല്ല അവന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മറ്റുള്ളവരാണ്. അല്ലേ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരാണോ അവരുടെ കാര്യം തീരുമാനിക്കുന്നത്? അല്ല. അപ്പൊ നിങ്ങൾ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ യേശുവാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവന്റെ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ, അവന്റെ പദ്ധതിയാണ് നിങ്ങളുടെ പദ്ധതി. പിന്നെ നമ്മളാണ് നമ്മുടെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മരിച്ചിട്ടില്ല, മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലെന്നാണ്. നമ്മുടെ സകല തീരുമാനങ്ങളും പിന്നെ തീരുമാനിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. ഈ യുവജനങ്ങൾ അവരുടെ യൗവനത്തിന്റെ തിളപ്പിൽ അവരോടിക്കൊണ്ടിരിക്കും. അല്ലേ? അവർക്ക് അതിങ്ങനെ അതിന്റെ തിളപ്പിലായിരിക്കും കൂടുതൽ. എന്നാൽ വൃദ്ധരായി കഴിഞ്ഞാലോ ഓട്ടൊക്കെ നിൽക്കും. അല്ലേ? അല്ലേ? നമ്മളിപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് നല്ല പ്രായം ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓട്ടം തന്നെക്കും. ഹല്ലേലൂയ. വൃദ്ധരെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട. വൃദ്ധരെന്ന് പറഞ്ഞാൽ ശരിക്കും 83 വയസ്സിലാണ് വാർദ്ധക്യം ശരിക്കും തുടങ്ങുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അങ്ങനെയാണ്. ഹല്ലേലൂയ. അപ്പൊ യൗവന കാലഘട്ടം എപ്പോ വരെയാണെന്നറിയാമോ? 63 വയസ്സ് വരെയാണ് യൗവന കാലഘട്ടം. 63 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് പതുക്കെ പ്രവേശിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഒരു 83 വയസ്സിന് ശേഷം 83 വയസ്സൊക്കെ ആകുമ്പോഴാണ് ശരിക്കും വാർദ്ധക്യം വന്നത്. ഒരു 60-63 വയസ്സ് വരെ യൗവനമാണ്. അതൊരു ഹല്ലേലൂയ പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പൊ വൃദ്ധരായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ല ഓടുന്നത്, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഓടുക. വൃദ്ധരായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിലല്ല. ആരെങ്കിലും ഏതെങ്കിലും വസ്ത്രം എടുത്ത് ധരിപ്പിച്ചാൽ അത് ധരിക്കും. ഹലോ, എത്ര പേരെന്റെ കൂടെ ഉണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 21:18 ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ, യുവാവായിരുന്നപ്പോൾ നീ തന്നെ നിന്റെ അര കെട്ടി ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു. നീ തന്നെ നിന്റെ അര കെട്ടി എന്ന് പറഞ്ഞാൽ എന്താണോ? നീ തന്നെ നിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു. എപ്പോ? നീ യൗവനക്കാരനായിരുന്നപ്പോ. അടുത്ത വയസ്സനായ ശേഷമോ? എന്നാൽ നിനക്ക് വയസ്സ് വന്നതിന് ശേഷമോ നീ കൈ നീട്ടുകയും
നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമല്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ യൗവനത്തിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ വയസ്സായി കഴിഞ്ഞപ്പോൾ നീ കൈ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരകെട്ടുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്കല്ല, നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞു. എത്ര പേർക്ക് ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? നീ യുവാവായിരുന്നപ്പോ നിന്റെ സ്വന്തം തീരുമാനമായിരുന്നു, നിന്റെ ഇഷ്ടം അനുസരിച്ചാണ് നീ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നീ വയസ്സായതിനു ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരക്ക് കെട്ടുകയും നിന്റെ ഇഷ്ടപ്രകാരമല്ല, നിന്നെ അരക്ക് കെട്ടി കൊണ്ടുപോകുന്നവന്റെ ഇഷ്ടമനുസരിച്ച് അവന്റെ ഇടങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നീ അരകെട്ടുക എന്ന് പറഞ്ഞാൽ നീ തന്നെ ചില പദ്ധതികൾ ഇടുക, നീ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുക, നീ തന്നെ ചില പ്രവൃത്തികൾ എടുക്കുക എന്നുള്ളതാണ് യൗവനക്കാരൻ സ്വയം അരകെട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വയസ്സായ ശേഷം യേശു ഒരു ഉദാഹരണം പറയുകയാണ്. മറ്റൊരുവനാണ് നിന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നത്. പിന്നെ തീരുമാനം എടുക്കുന്നത് നീയല്ല എന്ന് പറഞ്ഞാൽ, യൗവനത്തിൽ ഇഷ്ടമുള്ളതുപോലെ നീ ഓടിക്കുമെന്നും നീ പ്രായം ചെന്ന് കഴിയുമ്പോൾ നിനക്ക് മാനസാന്തരം വന്നാൽ മതി എന്നല്ല അതിന്റെ അർത്ഥം. യേശു ഒരു നമുക്ക് തിരിച്ചറിയാൻ പാകത്തിന് ഒരു പഴഞ്ചൊല്ല് പോലെ ഈ കാര്യം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഹല്ലേലൂയ. അപ്പൊ നീ തന്നെ അരകെട്ടുക, നീ തന്നെ നിനക്കായി തീരുമാനമെടുത്തു. നിന്റെ ഇഷ്ടങ്ങളും നിന്റെ തീരുമാനങ്ങളും അല്ലെ, ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീ നടന്നു. എന്നാൽ മറ്റൊരുത്തൻ നിന്റെ അരകെട്ടുക എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി മറ്റൊരാൾ നിന്റെ മുഴുവൻ തീരുമാനങ്ങളും എടുക്കുന്നതിനെ കാണിക്കുന്നതാണ്. മാത്രമല്ല, നീ ചിന്തിക്കുന്നത് പോലെയോ നീ ആഗ്രഹിക്കുന്നത് പോലെയോ നീ ഇഷ്ടപ്പെടുന്നത് പോലെയോ അല്ലാത്ത നിന്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായ ദിശയിലേക്ക് ആ വ്യക്തി ഒരുപക്ഷെ നിന്നെ കൊണ്ടുപോയേക്കാം എന്നുമാണ് അർത്ഥം. എന്ത് ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തന്നെ നമ്മുടെ പല ഇഷ്ടങ്ങളും നടക്കാത്തതുകൊണ്ട്. ചുമ്മാതെ എല്ലാ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരവും, നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഒരു ഉത്തരവും കിട്ടുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞു. ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ആ 20 കോടി എനിക്ക് അടിച്ചിരുന്നെങ്കിൽ, ഹല്ലേലൂയ അല്ലേ, ആ 25 കോടി എനിക്ക്. നമ്മുടെ ഇഷ്ടമാണത്. നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദിശയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഇഷ്ടങ്ങളുടെ നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യമില്ല. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളല്ല, അവന്റെ ഇഷ്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക. ചിലർ അതിൽ തന്നെ മരിക്കാതിരിക്കുകയാണ്. അവരുടെ ഇഷ്ടങ്ങളെ മുറുകെ പിടിക്കുകയാണ്. എന്നാലും കർത്താവ് ചെയ്യുന്നില്ലല്ലോ, എന്നാലും എനിക്കത് ഇഷ്ടപ്പെടുന്നില്ലല്ലോ, പ്രൈസ് ലോ, എന്റെ കാര്യം നടക്കുന്നില്ല, ബ്രദറിന്റെ പ്രാർത്ഥന കുറവാണ്, ബ്രദർ പ്രാർത്ഥിക്കുന്നില്ലേ, പ്രൈസ് ലോ. ഹലോ, നിങ്ങളുടെ ഇഷ്ടങ്ങളോട് നിങ്ങൾ മരിക്കുകയും അവൻ ചില പദ്ധതികളും തീരുമാനങ്ങളും എടുത്ത് നിങ്ങളുടെ അരകെട്ടുകയും നിങ്ങൾ കൈ നീട്ടി അവന് പൂർണ്ണമായി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവൻ നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല അവന്റെ ഇഷ്ടപ്രകാരമുള്ളിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഒരാള് പ്രാർത്ഥിക്കുകയോ, കർത്താവേ എത്ര സ്നേഹിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി എന്റെ ശത്രുവായല്ലോ, കർത്താവേ ആ ശത്രുത്വത്തിൽ നിന്ന് മാറ്റി തരണമേ. മാറുന്നില്ല, ഒന്നിനു പുറകെ ഒന്നും എന്റെ ശത്രുക്കളാ. അപ്പൊ കർത്താവ് പറയാണ്, ദൈവരാജ്യത്തിൽ ശത്രുക്കളില്ല.
അതുകൊണ്ട് നീ നന്നായിട്ട് സ്നേഹത്തിലും ക്ഷമയിലും ദീർഘക്ഷമയിലും തികഞ്ഞവനാകാൻ നിനക്ക് ഏറ്റവും അടുത്ത വ്യക്തിയെ തന്നെ നിന്റെ ശത്രുവാക്കി തീർത്തിരിക്കുക. നമ്മൾ ആ സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറയാൻ, നിന്നിൽ ചിലത് ഞാൻ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുക. വേറൊരു തെരഞ്ഞെടുക്കപ്പെട്ടയാള് പ്രാർത്ഥിക്കുക, എന്നാലും കർത്താവേ എനിക്ക് സ്വന്തമായിട്ട് നല്ലൊരു വീടില്ലല്ലോ, എനിക്ക് വീട് തരണേ, വീട് തരണേ. ഞാൻ ഇന്നലെ ഒരാൾ ചോദിച്ചു ഏറ്റവും വലിയ സ്വപ്നം ഏതാണെന്ന്. അപ്പൊ ആ വ്യക്തി എന്നോട് പറഞ്ഞു, 2 നിലയുള്ള വീടാണ് എന്റെ ഏറ്റവും വലിയ. എന്നിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്നതൊക്കെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അത് നമ്മുടെ സ്വപ്നമല്ലേ, നമ്മുടെ ഇഷ്ടമല്ലേ? അപ്പൊ നമ്മൾ എനിക്ക് വീട് തരണേ കർത്താവേ, ഇതാ അവിടെ ഒരു സ്ഥലമുണ്ട്, എനിക്ക് വീട് തരണേ, നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിരുന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുകയാണ്, കൊടുക്കരുതേ കൊടുക്കരുതേ കൊടുക്കരുതേ, ഇവന് കൊടുക്കരുത് കൊടുക്കരുത്. കാരണം ഇവൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ളതാ, ഈ വീട് വിട്ട് പോവുകയല്ല. ഇന്ന രാജ്യത്തിലേക്ക് എനിക്ക് അയക്കാനുള്ളതാണ്, ഇന്ന ഇടങ്ങളിലേക്കൊക്കെ ഇവൻ പോകാനുള്ളതാണ്, അതുകൊണ്ട് ഇപ്പൊ കൊടുക്കരുത്. കൊച്ചിന്റെ കല്യാണം ആവുമ്പോ കൊടുത്താൽ മതി. നമ്മളാണ് നമ്മുടെ സമയമൊക്കെ നിശ്ചയിക്കുന്നത്. യേശുവിനോടൊപ്പം നമ്മൾ ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മരിക്കുകയാണ്, അവസാനിക്കുകയാണ്. ഈ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ ESV-യില് അത് പറയുന്നത് ഇങ്ങനെയാ: സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു. എന്നാൽ നീ വൃദ്ധനാകുമ്പോൾ നീ കൈകൾ നീട്ടുകയും മറ്റൊരാൾ നിന്നെ ധരിപ്പിക്കുകയും നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പല കർത്താവിലേക്ക് വന്നിരിക്കുന്നവരും അവരിഷ്ടപ്പെടാത്ത അവസ്ഥകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അറിയുക, അതാണ് ദൈവത്തിന്റെ ഹിതം. അതിനകത്ത് നിങ്ങൾ ട്രെയിൻ ചെയ്യപ്പെടുകയാണ്, അതിനകത്ത് നിങ്ങൾ തികഞ്ഞവരാകുകയാണ്, അതിനകത്ത് നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ തുടങ്ങുകയാണ്. ആ കുറവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. സ്വയം അവൻ വസ്ത്രം ധരിക്കുക. യൗവനക്കാരൻ എന്നപ്പോൾ സ്വയം വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ അവന് നല്ലതെന്ന് ശരിയെന്ന് തോന്നുന്നതിന് മുഴുവൻ അവൻ യെസ് പറഞ്ഞു ജീവിക്കുന്നതാണ് അതിന്റെ അർത്ഥം. എല്ലാരും അങ്ങനെയല്ലേ, ലോകം അങ്ങനെയല്ലേ, പാരമ്പര്യം അങ്ങനെയല്ലേ. കോളേജിൽ പഠിക്കുന്ന എല്ലാരും ഇങ്ങനെയാണ്. ടൂറിന് പോകുമ്പോ എല്ലാരും ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ലോകത്തിന്റെ ശരികൾ അവർക്ക് ശരിയായിരിക്കും, എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ശരി ലോകത്തിന്റെ ശരികളല്ല, ദൈവരാജ്യത്തിന്റെ ശരികളാണ്. അപ്പോ നീ കൈകൾ നീട്ടുകയും മറ്റൊരാൾ നിന്നെ ധരിപ്പിക്കുകയും നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. നമ്മൾ ധരിക്കേണ്ടത് എന്താണ്? സത്യത്തിൽ നമ്മൾ ധരിക്കേണ്ടത് ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനമാണ്, അറിവാണ്. റോമർ 1:28 ഇങ്ങനെയാണ്: ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിനു തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ ഹിതപ്രകാരം പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് ദൈവത്തിന്റെ ഇഷ്ടത്തെ ധരിക്കാൻ നമുക്ക് ഇഷ്ടമില്ലാതെ വരും. നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ശരികളാണ് നമുക്ക് പ്രധാനം, നമ്മുടെ തീരുമാനങ്ങളാണ് നമുക്ക് പ്രധാനം. അതുകൊണ്ട് എന്താ പറ്റുന്നത്? നാം കൈവിടപ്പെട്ടു പോകുന്നു.
നമ്മുടെ തീരുമാനങ്ങളിൽ തന്നെ നമ്മൾ വിട്ടുകളയുന്നു. അതുകൊണ്ട് നമ്മൾ ആകെപ്പാടെ കൺഫ്യൂഷനാണ്, നമ്മൾ എപ്പോഴും പ്രയാസത്തിലാണ്, നമ്മൾ സന്തോഷം അനുഭവിക്കുന്നില്ല, നമ്മൾ സംതൃപ്തരല്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ ദൈവത്തിന്റെ നോളജ്, ദൈവിക പരിജ്ഞാനം, ദൈവത്തിന്റെ ഹിതത്തെയാണ് നാം ധരിക്കേണ്ടത്. റോമ 13:11 POCയിൽ താഴോട്ടൊന്ന് വായിക്കാമോ? റോമ 13:11. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്ന് പറഞ്ഞ ഉറക്കം വിട്ട് എഴുന്നേൽക്കേണ്ട സമയമാണ്. എല്ലാരും പറഞ്ഞ് ഉറക്കമൊക്കെ മതി, എഴുന്നേക്കാൻ സമയമായി. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിദ്ര വിട്ട് ഉണരുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, വായിച്ച്, എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രക്ഷ നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. ഏത് രക്ഷയാണ്? കർത്താവിന്റെ വരവ്. യേശുവിൽ വിശ്വസിക്കുന്നവരെ കൊണ്ടുപോകാൻ യേശു വരുന്ന ദിവസങ്ങൾ അടുത്തെത്തിയിരിക്കുന്നു എന്ന്. ചെറുപാതിയായിട്ടായിരിക്കും ഇത് കേൾക്കുന്നത്. യേശുവിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരെ യേശു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ദിവസങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണിത്. എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. 12. രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു രാത്രി ഒരൊറ്റ ഞൊടിയുടെ കൊണ്ട് കടന്നു പോകുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക, അല്ലെ? നമ്മൾ അങ്ങ് ഉറങ്ങി കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്കും പ്രഭാതമായി. രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് അന്ധകാരത്തിന്റെ സകല സ്വഭാവങ്ങളെയും പ്രവൃത്തികളെയും പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. അന്ധകാരത്തിന്റെ സകല സ്വഭാവങ്ങളും രീതികളും ഒക്കെ നമുക്ക് പരിത്യജിക്കാം, വിട്ടുകളയാം. ക്ഷമിക്കാനുള്ളവരെ ക്ഷമിക്കാം, മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുക്കാം, സ്നേഹിക്കാനുള്ളവരെ സ്നേഹിക്കാം, താഴെടുത്ത് താഴാം. ഹല്ലേലൂയ. പ്രകാശത്തിന്റെ ആയുധങ്ങൾ നമുക്ക് ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. നമ്മൾ എങ്ങനെയാ പെരുമാറേണ്ടത്? പകലിന് യോജിച്ച വിധം. രാത്രി അന്ധകാരമാണ്, ഇരുട്ടിന് യോജിച്ച വിധമാണ് പ്രവൃത്തികളാണ്. പകലിന് യോജിച്ച വിധം പെരുമാറാം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് യോജിച്ച വിധം, ക്രിസ്തുവിന് യോജിച്ച വിധം, പ്രകാശത്തിന് യോജിച്ച വിധം നമ്മൾ പെരുമാറുക പരസ്പരം. ഒരു സമൂല രൂപാന്തരം സമയം അടുത്തതുകൊണ്ട് നമ്മിൽ സംഭവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. നാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ അടുത്തായിരിക്കുന്നു അവന്റെ വരവ്. അതുകൊണ്ട് പകലിന് യോജിച്ച വിധം നമ്മുടെ പെരുമാറ്റങ്ങളെ, രീതികളെ, സ്വഭാവങ്ങളെ നമുക്ക് മാറ്റാം. അടുത്തത് സുഖലോലുപതയിലോ മദ്യലഹരിയിലോ. ചിലർക്ക് സുഖലോലുപതയാണ് ഇഷ്ടം. ഒരു ഹലലി പറഞ്ഞു, അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ അവന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിങ്ങളെ ചിലപ്പോ പട്ടുമത്തെ കൊണ്ട് കടത്തും, അതിനുശേഷം പായെ കൊണ്ട് കടത്തും, വീണ്ടും നിങ്ങളെ ചിലപ്പോ മനോഹരമായി എടുത്തുകൊണ്ട് കടത്തിയേക്കാം. എല്ലാം അവന്റെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടമല്ല. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ ചില വിഷയങ്ങളോട് കൂടുതൽ താല്പര്യം, അല്ലെ? പെണ്ണ് വിഷയം, ആ വിഷയം, ഈ വിഷയം, പല സമ്പത്ത്. സമ്പത്തിനോട് അമിത ആഗ്രഹമുള്ളവൻ പെണ്ണ് കേസിൽപ്പെട്ടവനും ഒരുപോലെയായിട്ടാ സ്വർഗം പറയുന്നത്. ചിലരുടെ വിചാരം പെൺ വിഷയം എന്തൊരു വലിയ വിഷയമാണെന്നും സമ്പത്തിന്റെ വിഷയവുമായിട്ട് നമ്മുടെ ഉള്ളിങ്ങനെ കിടക്കുകയാണെങ്കിൽ അത് വലിയ വിഷയമൊന്നും അല്ലെന്നാ. ഇത് രണ്ടും ഒരുപോലെയാ പറഞ്ഞിരിക്കുന്നത്.
അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. അസൂയ അല്ലേ, അതിലോ വ്യാപരിക്കരുത്. അസൂയ പ്രത്യുത കർത്താവ് യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. നിങ്ങൾ ആരെയാ ധരിക്കേണ്ടത്? അപ്പൊ വൃദ്ധനായ ശേഷം മറ്റൊരുവൻ നിങ്ങളെ ധരിപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മുഴുവൻ നിങ്ങൾ വിട്ടുകളയുന്ന അവസ്ഥയാണ്. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ആരെയാ ധരിക്കുന്നത്? യേശുവിനെ ധരിക്കുകയാണ്. എത്ര പേരെന്റെ കൂടെയുണ്ട്? നിങ്ങൾ യേശുവിനെ ധരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. യേശുവിനെ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ധരിക്കുന്നോ അതാണ് പ്രദർശിപ്പിക്കപ്പെടുക. അല്ലേ? ഈ സഹോദരി ഇതിട്ടുകൊണ്ട് വന്നിരിക്കുക, ഇതല്ലേ എല്ലാവരും കാണുന്നത്? അല്ലേ കാണുന്നത്? ഞാൻ ഈ വസ്ത്രം ഇട്ടിരിക്കുക, ഇതാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ യേശുവിനെ ധരിക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങളിലൂടെ, നിങ്ങളുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ, നിങ്ങളുടെ ക്ഷമയിലൂടെ ആര് വെളിപ്പെടണം? മറ്റേത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ യൗവനക്കാരനായിരുന്നപ്പോൾ നിങ്ങൾ തന്നെ അരകെട്ടി. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം മരിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ധരിക്കും. പ്രത്യുത കർത്താവ് യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഉന്നതങ്ങളിലുള്ളത് ചിന്തിക്കുവിൻ, നിങ്ങളുടെ ശരീരങ്ങളെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. തെറ്റായ മോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം നിങ്ങളുടെ ജഡത്തെ കുറിച്ച് ചിന്തിക്കാതിരിപ്പീൻ. നിങ്ങളുടെ ജഡത്തിന് തോന്നുന്ന മോഹങ്ങൾ, തെറ്റായ മോഹങ്ങളെ നിങ്ങൾ ചിന്തിക്കാതിരിപ്പീൻ. രാത്രി കഴിയാറായി, പകൽ വന്നെത്തിയിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. ഹല്ലേലൂയ. നിദ്ര വിട്ട് ഉണരുവാൻ സമയമായി. രക്ഷ നാം ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ നിങ്ങൾ ധരിച്ചുകൊള്ളുവിൻ. On the Lord Jesus Christ. ജഡത്തിന്റെ മോഹങ്ങളെ നിങ്ങൾ ജനിപ്പിക്കരുത്. ഓരോ സീസൺ അനുസരിച്ച് ചില മോഹങ്ങളെ ഇങ്ങനെ കൊണ്ടുനടക്കും. ഇന്നലെ ഞാൻ ഓമനമ്മയുടെ സംസാരിച്ചതാണ്. ഇന്നലെ TV തുറന്നപ്പോൾ തന്നെ 20 കോടിയുടെ ലോട്ടറി അടിച്ചാണ്. ആ സീസൺ ആകുമ്പോൾ ഒരുപാട് പേര് അതിന്റെ മോഹങ്ങളിൽ. ഞാൻ ഓമനമ്മയോട് പറഞ്ഞു, ആ പുള്ളി ദൈവരാജ്യത്തിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ ബ്ലോക്കാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദുർമോഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത വിധം മുൻകൂട്ടി പുറത്ത് കളയുക, നുള്ളിക്കളയുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഈ ദുർമോഹം നമ്മുടെ അകത്ത് നമ്മൾ വെക്കാൻ അനുവദിച്ചാൽ അത് ഗർഭം ധരിക്കും. ഗർഭം ധരിച്ചാൽ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അതെന്തിനെ പ്രസവിക്കും? പാപത്തെ പ്രസവിക്കും. അങ്ങനെ പാപം വെളിപ്പെടും. ദൈവികമല്ല, ദൈവരാജ്യത്തിലതല്ലാത്ത ഒരു മോഹവും നിങ്ങളുള്ളിൽ കൊണ്ട് നടക്കരുത്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ദൈവരാജ്യത്തിൽ ഡോളറുണ്ടോ? കർത്താവ് അവിടെ ദൈവരാജ്യത്തിൽ കറൻസി അടിച്ചിറക്കുന്നുണ്ടോ?
ദൈവരാജ്യത്തിലെ സമ്പത്ത് സ്വർഗീയ സമ്പത്താണ്. അവനെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുവിൻ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവിൻ. നിങ്ങൾ ലോകക്കാരല്ല, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാണ് നിങ്ങൾ, അല്ലെ? അതാണ് ഗലാത്യർ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇപ്പൊ സ്നാനം അതിന്റെ ഒരു അടയാളമാ. നിങ്ങൾ സ്നാനം ഏറ്റപ്പോൾ എന്താ പറഞ്ഞെന്നറിയാമോ? വാസ്തവത്തിൽ ഇനി ഞാൻ എന്റെ ഇഷ്ടമല്ല ധരിക്കുന്നത്, ക്രിസ്തുവിന്റെ ഇഷ്ടത്തെയാണെന്നാണ്. ചിലരത് ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓടി നടക്കുക. സ്നാനത്തിൽ നിങ്ങൾ പറഞ്ഞത് എന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നതെന്ന. മരിച്ചു, നിങ്ങൾ സംസ്കരിക്കപ്പെട്ടു, നിങ്ങൾ തയ്യാറായി അതിനായിട്ട്. എന്നിട്ട് യേശുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു. യേശുവിനെ ധരിച്ചുകൊണ്ടൊരു ജീവിതം നയിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തെ ഇങ്ങനെ ധരിച്ചുകൊണ്ട് നടക്കുന്നു, അല്ലെ? ഏതൊക്കെയോ ഇഷ്ടങ്ങളെ ധരിക്കാൻ വേണ്ടി നമ്മൾ വെമ്പൽ കൊള്ളുന്നു. പത്രോസിനോട് യേശു, നീ യൗവനത്തിലായിരുന്നപ്പോൾ നിന്റെ ഇഷ്ടമനുസരിച്ച് നടന്നു, നീ വൃദ്ധനായ ശേഷമോ മറ്റൊരുവൻ നിന്റെ അര കെട്ടുകയും നീ കൈ നീട്ടുകയും അവൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന്റെ മാനസിക അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, പത്രോസിന് മരണത്തെക്കുറിച്ച് ഭയമുള്ളവനായിരുന്നു. പ്രത്യേകിച്ച് ക്രൂരമായൊരു മരണം പത്രോസിന് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് കാണും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പത്രോസിനോട് ഇത് പറഞ്ഞത് 21:19 വായിച്ച്. യോഹന്നാൻ 21:19. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം പത്രോസിന് ഇഷ്ടമല്ല പത്രോസിന് സംഭവിക്കാൻ പോകുന്ന ആ മരണം. യേശു ക്രൂശിൽ മരിക്കൂന്ന് പറഞ്ഞപ്പോ കച്ചറയുണ്ടാക്കിയ പാർട്ടിയാണ് ആര്? അതുകൂട്ടും മരണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയ ആളാണ്. മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു പത്രോസിന്റെ ഇംഗീതം, പത്രോസിന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിന്റെ ഇഷ്ടപ്രകാരമുള്ള മരണമല്ല നിനക്ക് നടക്കാൻ. എല്ലാവരുടെയും ഇഷ്ടമുള്ള മരണം എന്താ? സ്വാഭാവികമായിട്ട് അല്ലെ, എല്ലാവരെയും കണ്ട് കൊച്ചുമക്കളെയൊക്കെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞ് പത്രോസ് പറയാണ്, നിന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു മരണമല്ല. 21:19 ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം യേശു പറഞ്ഞു, എന്നെ എന്ന് പറഞ്ഞാൽ നീ മരിക്കാൻ പോകുന്ന വിധം ഏത് വിധത്തിലാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഫോളോ മീ. മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഫോളോ മീ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ചിലരെ കർത്താവ് ഇതുപോലെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മരണം ഇന്നതാ, കർത്താവ് പറയാണ്, എന്റെ പിന്നാലെ പോരെ, പക്ഷെ സംഭവിക്കാൻ പോകുന്നതൊക്കെ ഇങ്ങനെയാ. നിന്റെ ഇഷ്ടപ്രകാരമുള്ളതല്ല സംഭവിക്കുന്നത്, എന്റെ ഇഷ്ടപ്രകാരമുള്ളതാണ് സംഭവിക്കുന്നത്. വേണമെങ്കിൽ വരിക, എന്നെ അനുഗമിക്കുക.
നമ്മൾ കൊണ്ടുപിടിച്ച് പ്രാർത്ഥിക്കുന്ന മുഴുവൻ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെ. ഈ കർത്താവ് തന്റെ മക്കളെ വിളിക്കുമ്പോൾ അവരോട് കർത്താവ് ഈ വചനത്തിൽ അറിയിക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? നീ എന്നെ അനുഗമിക്കുമ്പോൾ നിന്റെ ഈ വിശ്വാസ ജീവിതത്തിനകത്ത് ഒരുപാട് കഷ്ടതകൾ ഉണ്ടാകാം. എന്നാൽ ആ കഷ്ടതകളിലൂടെയാണ് നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് പത്രോസിനോട് ഇത് അവൻ പറഞ്ഞത്. ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതമായി സംഭവിക്കുന്നതിലൂടെ ദൈവം മഹത്വപ്പെടുത്തും. അപ്പോഴാണ് നിങ്ങളത് പറയുന്നത്, വേണ്ടേശുവേ, ഏതാ ഇതൊന്നും വേണ്ടേശുവേ, ഈ ബുദ്ധിമുട്ടൊന്നും വേണ്ടേശുവേ. ഈ രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിളി എന്ന് പറയുമ്പോ നിങ്ങളുടെ ജീവിതം ഒരു രക്തസാക്ഷിത്വമായി മാറണം. അവരന്റെ മുന്നിൽ, കുടുംബത്തിന്റെ മുന്നിൽ താഴ്മ ധരിച്ച്, സഹോദരന്റെ മുന്നിൽ, സഹോദരിയുടെ മുന്നിൽ, ജോലി ചെയ്യുന്നിടത്ത്, അവിടെ എല്ലാം നിങ്ങൾക്ക് ഈ മരണം സംഭവിക്കുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെ നിങ്ങൾ മുറിവേൽപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന് മഹത്വം ഉണ്ടാകും. കൈയടിച്ച് കർത്താവിനെ. ഇല്ലെങ്കിൽ പത്രോസിന്റെ മരണത്തിൽ കർത്താവ് എന്തിനാ മഹത്വപ്പെടുന്നു? ഒരു സുഖമുള്ള അവസ്ഥയാണോ അത്? ആണോ? മരണം സുഖമുള്ള അവസ്ഥയാണോ? യേശുക്രിസ്തുവിനോട് ചേർന്നവരുടെ, ഐക്യപ്പെട്ടവരുടെ മരണം പോലും വിളിച്ചവന്റെ ഇഷ്ടപ്രകാരമുള്ളതായിരിക്കും. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള, സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് അദ്ദേഹത്തിന്റെ മരണത്തെ വെളിപ്പെടുത്തി കൊടുത്തു. വളരെ അടുത്ത വ്യക്തിയാണ്. പക്ഷെ ആ മരണത്തെ കുറിച്ച് ഞാൻ കേട്ടപ്പോൾ കടോരമായ ഒരു മരണമാണ്. ശരിക്കും എനിക്ക് ദുഃഖം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ എനിക്ക് ദുഃഖം ഉണ്ടാകുകയല്ല ജീവിതത്തിൽ, എനിക്ക് സന്തോഷമുണ്ടായി. കാരണം ആ മരണത്തിലൂടെ ദൈവത്തിന് എന്തുണ്ടാകുന്നു? മഹത്വമുണ്ടാകും. അപ്പൊ പത്രോസിനോട് ഇത് യേശു പറയുന്നത് ഒരു പ്രവചനമാണ്. പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന രക്തസാക്ഷിത്വ പ്രവചനമാണ് യേശു നടത്തിയത്. അല്പം കഴിഞ്ഞാൽ പത്രോസിന്റെ യൗവനകാലം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റോമൻ അധികാരികൾക്ക് പത്രോസ് വിധേയനായി തീരുകയും അവർ അവനെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ള പ്രവചനമാണ് യേശു നടത്തിയത്. അതുകൊണ്ടാണ് പത്രോസിനെ കുരിശിൽ തറച്ചു കൊല്ലാൻ വിധിക്കപ്പെട്ടു. യേശു, പത്രോസിന്റെ ഗുരു കുരിശിൽ തറയ്ക്കപ്പെട്ടു. എങ്ങനെയാ കുരിശിൽ തറയ്ക്കപ്പെട്ടത്? അല്ലെ? പത്രോസിനോട് പറഞ്ഞ എന്താ? നീ കൈ നീട്ടുകയും. പറഞ്ഞു പത്രോസിന്റെ മരണം അങ്ങനെ തന്നെയാ, കൈ നീട്ടി. പത്രോസിന് കുരിശിൽ വിധിച്ചു, കുരിശുമരണത്തിന് വിധിച്ചു. പത്രോസിനെ കുരിശിൽ തറയ്ക്കാനുള്ള സകലതും ഒരുങ്ങി. അതിന്റെ വലിയ ഇരുമ്പാണികളും ചുറ്റികകളും എല്ലാം ഒരുങ്ങി. അവനെ പിടിച്ച് മരക്കുറ്റിയിലേക്ക് ചേർത്ത് കിടത്തി അടിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ് പറഞ്ഞു, അരുത്, നിൽക്കട്ടെ. അപ്പൊ അവര് ചോദിച്ചു, ഇവന് മരണത്തിന് മുമ്പുള്ള എന്തെങ്കിലും ആവശ്യം പറയാനാണ്? പുള്ളി പറഞ്ഞു, ഇങ്ങനെ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെയും മരണം അരുമനാഥൻ പറഞ്ഞത് കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് എന്നെ തല കീഴാക്കി വേണം കുരിശിൽ തറച്ച് തൂക്കിയിടും.
ഒരു ഹല്ലേലൂയ പറഞ്ഞു. എടാ, യേശു മരിക്കുന്നതിനെ കുറിച്ച് യേശു തന്റെ ജീവിതകാലത്തൊന്ന് പ്രവചിച്ചപ്പോ ഏറ്റവും ഇഷ്ടം തോന്നിയ പത്രോസ് അവന്റെ ആ ദേഷ്യം പുറത്തേക്ക് വന്നിട്ട് യേശുവിനെ മാറ്റി നിർത്തി ശകാരിച്ചു പറഞ്ഞു, ഇങ്ങനെ മരിക്കാനാണോ നീ വന്നിരിക്കുന്നത്? ഇനിക്കൊണ്ട് വർത്താനം നീ പറയരുതെന്ന് പറഞ്ഞ് യേശുവിനെ ശകാരിച്ചവൻ തന്റെ ജീവിതത്തിൽ യേശു വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, തന്റെ ആഗ്രഹങ്ങളോട് മുഴുവൻ മരിച്ചപ്പോൾ, തന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടമാണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞവൻ പറഞ്ഞു, എന്റെ മരണം പോലും ഇങ്ങനെ ആയിരിക്കണം. നേരാവണ്ണം കുരിശിൽ കിടക്കാൻ എന്നെ അനുവദിക്കരുത്. തല കീഴായി കുരിശിൽ തറച്ചെന്നെ തൂക്കിയിടണം. യൗവനത്തിലുള്ള നിന്റെ ആഗ്രഹം മാറിയിരിക്കുകയാണ് പത്രോസ് ഇപ്പോൾ. കാരണം നീ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു, യേശുവിനെ നീ ധരിച്ചു, യേശുവിന്റെ ഇഷ്ടപ്രകാരം അവനെ മഹത്വപ്പെടുത്തുന്ന ഒരു മരണത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ്. എന്റെ പിന്നാലെ വന്ന നിനക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് യേശു പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, കഷ്ടപ്പാട് നിനക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഫോളോ മീ. അതിലേക്കല്ല നീ ശ്രദ്ധിക്കേണ്ടത്, നിന്റെ കഷ്ടപ്പാടിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത്, നീ ഫോളോ ചെയ്യേണ്ടത് എന്നെയാണ്. നിന്റെ ശ്രദ്ധ എന്നിലേക്ക് കേന്ദ്രീകരിക്കുവാൻ പത്രോസിനോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പലരുടെയും ശ്രദ്ധ നമ്മുടെ പ്രശ്നങ്ങളിലേക്കാണ്. അത് കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ളതാണ്. അത് അതിന്റെ ജോലി ചെയ്തോളൂ. നിന്റെ ശ്രദ്ധ, യേശു പറയുകയാണ്, ഫോളോ മീ, എന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളുടെ വിളി ലോകത്തിന്റെ വിളി പോലെയല്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. മത്തായി 16:25. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. അയ്യോ, നിങ്ങൾ ഇത്രയും നാളും കേട്ടിട്ടുള്ളത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിനെ കുറിച്ചായിരിക്കും. നിങ്ങളുടെ ചിന്ത മുഴുവൻ ലാഭക്കൊതിയിലാണ് കിടക്കുന്നത്. കിട്ടാൻ പോകുന്ന നേട്ടങ്ങളിലാണ് നിങ്ങളുടെ ചിന്തകൾ. സുവിശേഷകർ നിങ്ങളെ കൊണ്ടെത്തിച്ചത്. യേശു പറയുകയാണ്, നിനക്ക് കിട്ടാൻ പോകുന്നത് ഇന്നതാണ്, എന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീ വന്നുകൊള്ളുക. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. തന്റെ പിന്നാലെ വരുന്നോണ്ട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാനാണ് നിങ്ങൾ എന്റെ പിന്നാലെ വരുന്നതെങ്കിൽ അത് മുഴുവൻ നിങ്ങൾ പോകും. നിന്റെ സകല ഇഷ്ടവും ഞാൻ നടത്തി തരാൻ വന്നോളൂ, ഈ ആഴ്ച വന്നാ മതി, ഈ അഭിഷിക്തം കൈവച്ചാൽ നിന്റെ ബാങ്ക് നിറയും, ബാലൻസ് ലഭിക്കും. ഇതൊന്നുമല്ല യേശു പറഞ്ഞത്. യേശു അപ്രകാരം ഒരു ഉപദേശവും നടത്തിയില്ല. യേശു പറഞ്ഞത്, തന്റെ ജീവനെ രക്ഷിപ്പാൻ ആരെങ്കിലും ഇച്ഛിച്ചാൽ അവൻ അതിനെ കളയും. അടുത്തത്, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. കളയുന്നതാണ് ഈ പരിപാടി. ലോകത്ത് നേടുന്നതല്ല ഇത്, കളയുന്നതാണ്. എന്റെ നിമിത്തം നീ കളയാൻ തയ്യാറാവുകയാണെങ്കിൽ നീ കണ്ടെത്തും. പത്രോസ്, ഞങ്ങളെല്ലാം കളഞ്ഞേച്ചു വരികയാണ് നിന്റെ പുറകെ. ഞങ്ങൾക്ക് ലാഭമായിരുന്നു, നേട്ടമായിരുന്നത് മുഴുവൻ നിന്നെ പ്രതി നഷ്ടപ്പെടുത്തിയിട്ട് വരികയാണ്. ഇത് കൂട്ടിവെക്കുന്ന പരിപാടിയല്ല, നേടിയെടുക്കുന്ന പരിപാടിയല്ല, കളയുന്ന പരിപാടിയാണ് ദൈവരാജ്യത്തിലെ പ്രവൃത്തി. ഇവിടെയുള്ളതല്ല നിങ്ങളുടെ ഫോക്കസ്. നിങ്ങളുടെ ഫോക്കസ് 2 നില വീടോ 12 നില കെട്ടിടമോ
BMW കാറോ ഇതൊന്നുമല്ല നിങ്ങളുടെ ഫോക്കസ്. നിങ്ങളുടെ ഫോക്കസ് ദൈവരാജ്യത്തിനകത്തുള്ളതായിരിക്കണം. ലോകരാജ്യമല്ല നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടത്. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. എന്നെ പ്രതി നിങ്ങൾ കളയാൻ കൂട്ടാക്കിയാൽ നിങ്ങൾ ചിലത് കണ്ടെത്തും. ഇത് കളയാൻ പഠിപ്പിക്കില്ല, കളയാൻ തയ്യാറാകില്ല, നേടാൻ മാത്രമാണ് ആഗ്രഹം. വ്യഭിചാരിണികളായുള്ളവരേ, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പത്രോസിനെ നിങ്ങൾ നോക്കുക. ഒരിക്കൽ തന്റെ ജീവനെ നഷ്ടപ്പെടുത്താൻ തയ്യാറാകാതെ കരുതിയവനാണ് പത്രോസ്. അതാ പത്രോസ് പറഞ്ഞ, എനിക്കവനെ അറിയത്തു പോലും ഇല്ല അല്ലേ. യേശുവിനെ പിടിച്ചു കെട്ടിയപ്പോ പത്രോസ് എന്നാ പറഞ്ഞേ, എനിക്ക് മൂപ്പരെ അറിയത്തൂല്ല. അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. എന്നാ കാര്യമെന്നറിയാമോ? പച്ചമരത്തോട് അവരിങ്ങനെയാ ചെയ്യുന്നെങ്കിൽ എന്നോട് എന്തായിരിക്കും? ഒരിക്കൽ അവൻ തന്റെ ജീവിതത്തെ കരുതുന്നവനായിരുന്നു. അവനാണ് യേശുവിനാൽ രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പോഴാണ് അവൻ ഇങ്ങനെ ചിന്തിച്ചത്, യേശുവിനുണ്ടായിരുന്ന മരണത്തെക്കാൾ അല്പം കൂടെ കടന്നുള്ളതാണ് എനിക്ക് വേണ്ടത് എന്ന്. മർക്കോസിന്റെ 31, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും. ദൈവരാജ്യത്തിന്റെ ഉപദേശവും പറഞ്ഞു വന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ഇതാണ്: ഒരുപാട് ഞാൻ സഹിക്കേണ്ടി വരും. മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. 3 ദിവസം കഴിയുമ്പോൾ ഉയർപ്പുണ്ടാകും, ഇതൊക്കെ സംഭവിക്കും എന്നവൻ ഉപദേശിക്കാൻ തുടങ്ങി. എന്താ പറയുന്നത്? താൻ മരിക്കും, killed and after 3 days rise again. ഈ ഉപദേശം പത്രോസിന്റെ പഴയ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. ചിലർക്ക് ഇഷ്ടം ഇങ്ങനെ തിളപ്പിക്കുന്ന വചനമാണ്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദൈവരാജ്യത്തിൻ്റെതായിരിക്കണം. ലോകരാജ്യം തരാന്ന് പറഞ്ഞുകൊണ്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കുറെ ലൗകികന്മാരെഴുന്നേൽക്കും. ക്രൂശിതരാരും ഉണ്ടാകത്തില്ല. ക്രൂശിക്കപ്പെടാതെ ഉയർപ്പും ഉണ്ടാവുകയില്ല. കൈയടിച്ച് അവിടെ ക്രൂശിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യാതെ എങ്ങനെയാണ് ഉയർപ്പുണ്ടാകുക? അപ്പൊ പത്രോസ് എന്ത് ചെയ്യുന്നു? 32 വായിച്ചേ, മർക്കോസ് 8:32. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. യേശു ഇത് പറഞ്ഞപ്പോ പത്രോസ് വന്ന് കൈപിടിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും എടുത്ത് മാറ്റി നിർത്തി. കാരണം ഞാൻ ഇനി യേശുവിനെ ചീത്ത പറയുന്ന ഇവരെല്ലാം കൂടെ കേൾക്കണ്ട. വേറിട്ട് മാറ്റിക്കൊണ്ടുപോയി എന്നിട്ട് എന്ത് ചെയ്തു? ശാസിച്ചു തുടങ്ങി. പത്രോസ് ആരെ ശാസിക്കുക? ഏതിന്റെ പേരിൽ? നിനക്ക് ഈ കഷ്ടതകളൊക്കെ ഉണ്ടായേക്കാം, അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ പിന്നാലെ വന്നാൽ മതി എന്നുള്ള ഉപദേശം കേട്ടപ്പോ പത്രോസ് എന്ത് ചെയ്തു? യേശുവിനെ ശാസിച്ചു തുടങ്ങി. പത്രോസ് യേശുവിനെ തിരിച്ചുപദേശിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇത് കൊണ്ട് സുവിശേഷമൊന്നും ഇനി മേലാല് പ്രസംഗിക്കരുത്. ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവനിലുള്ളത് എന്താണെന്ന് യേശു തിരിച്ചറിഞ്ഞു. 33. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട്. യേശു തിരിഞ്ഞു നോക്കിയപ്പോ പുറകില്
ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു. അപ്പൊ ചിലര് വചനത്തിന്റെ മർമ്മങ്ങൾ തിരിച്ചറിയാതിരിക്കുമ്പോൾ ശാസിക്കുക. ഇത് മറ്റുള്ളവരുടെ കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധ മാറി പോകുമ്പോ മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഉറങ്ങുമ്പോ അല്ലെ, വായിക്കോട്ടെ വിടുമ്പോ ഒരു ഹല്ലേലൂയ പറഞ്ഞ് യേശു തിരിഞ്ഞു നോക്കിയപ്പോ ബാക്കിയുള്ളവരിലേക്ക് ഇത് പടരാൻ തുടങ്ങുക. ഉടനെ യേശു പത്രോസിനെ ശാസിച്ചു. എന്താ പറഞ്ഞത്? സാത്താനെ എന്നെ വിട്ടു പോ, നീ ദൈവത്തിന്റേതല്ല. സാത്താനികമായിരുന്നു. ഏത്? യേശുവിനെ ഫോളോ ചെയ്യുന്നവർക്ക് ക്രൂശിന്റെ അനുഭവം ഉണ്ടാകും എന്ന ഉപദേശം പത്രോസ് ചിന്തിക്കുന്നത് അത് ദൈവത്തിൽ നിന്നല്ല എന്നാണ്. പക്ഷെ അപ്രകാരം ചിന്തിക്കുന്നവന്റെ ചിന്ത സാത്താന്യ ചിന്തയാണെന്ന് യേശു കണ്ടു. സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ നീ കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യരുടെ ആഗ്രഹമാണ് എന്ത്? കഷ്ടതയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അല്ലേ? നിങ്ങൾ ആരെങ്കിലും കഷ്ടത ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇല്ല. അത് മനുഷ്യരുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് സാധാന്യ ചിന്തയാണ്. എന്റെ പിന്നാലെ വരുന്നവർ അങ്ങനെയല്ല. ഹല്ലേലൂയ പറഞ്ഞു. സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ ഉള്ളത്, മനുഷ്യർക്കുള്ളത് കരുതുന്ന നിന്റെ ഈ സ്വഭാവം തികച്ചും സാധാന്യ സ്വഭാവമാണ് എന്ന് യേശു പറയുകയാണ്. കാരണം കഷ്ടത സ്വീകരിക്കാൻ സാധാരണ മനുഷ്യർക്ക് ഇഷ്ടമല്ല, കഷ്ടതയിലൂടെ കടന്നു പോകാനോ താല്പര്യമില്ല. അതേ അവസ്ഥയാണ് പത്രോസിന്. ഈ പത്രോസാണ് പിന്നത്തേതിൽ കഷ്ടതകളെയും മരണത്തെയും സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ അഭ്യസിക്കപ്പെട്ടത്. ഹല്ലേലൂയ. 34 പിന്നെ ഇതിനു ശേഷം വായിച്ചേ. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എത്ര പേര് യേശുവിന്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്? എന്റെ പിന്നാലെ വരാൻ ആരെങ്കിലും ഇച്ഛിക്കുന്നെങ്കിൽ അവൻ തന്നെത്താൻ എന്ത് ചെയ്യണം? ത്യജിക്കണം. തന്നെത്താൻ ത്യജിക്കുക. തന്റെ ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ, മോഹങ്ങളെ മാറ്റിവെക്കുക. കൈയിടിച്ച് കർത്താവിനെ. ഇത് കർത്താവിനെ ഫോളോ ചെയ്യുന്നു, പക്ഷെ അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം അത് പ്രാർത്ഥനാ വിഷയമാക്കി ഇങ്ങനെ നടക്കുക കർത്താവിന്റെ പുറകെ. കർത്താവ് പറഞ്ഞു, നിന്റെ മോഹവും നിന്റെ ആഗ്രഹവും നിന്റെ സ്വപ്നവും ഒക്കെ നീ കളയുക. അധികം ഫുൾ എംപ്റ്റി ആക്കുക, ത്യജിച്ച് കളയുക. എന്നിട്ട് ത്യജിച്ചതിന്റെ പേരിൽ നിനക്കുണ്ടാകുന്ന പ്രയാസം, ദുഃഖം അതൊക്കെ എടുത്തോണ്ട് എന്റെ പിന്നാലേക്ക് വരിക. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യത്തിനു വേണ്ടി നമ്മൾ നമ്മെ തന്നെ ത്യജിക്കുകയാണ്. വലിയത് നേടാൻ വേണ്ടി നമ്മുടെ ഈ ചെറിയ സ്വപ്നവും ആഗ്രഹവും നമ്മുടെ ഈ ചെറിയ ജീവിതവും നമ്മൾ ത്യജിക്കുകയാണ്, നഷ്ടപ്പെടുത്തുകയാണ്. നാൾതോറും ക്രൂശും എടുത്തുകൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും നിനക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സ്തോത്രത്തോടെ എടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് വരാൻ. ലൂക്ക 9:23 ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെയാണ് അത് കൃത്യമായിട്ട് കിടക്കുന്നത്. ലൂക്ക 9:23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞു, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് തന്നെത്താൻ നിഷേധിക്കണം.
തന്റെ ആഗ്രഹം, തന്റെ മോഹങ്ങൾ എല്ലാം നിഷേധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ ദിവസം തോറും നാൾ തോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അവൻ അവന്റെ ക്രൂശ് എടുത്തുകൊണ്ട്, നിങ്ങൾക്കുള്ള ക്രൂശ് നിങ്ങൾ എടുത്താൽ മതി. അപ്പുറത്തെ ഇപ്പുറത്തെ ഒന്നും ക്രൂശ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ക്രൂശൊക്കെ എടുക്കുക. ഹല്ലേലൂയ. അപ്പൊ അവനോന് എടുക്കാനുള്ളത് ഉണ്ടാകും. അത് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ദിനംതോറും ക്രൂശ്. തന്നെ നിഷേധിച്ച്, ഈ കുറച്ചു നാളത്തേക്കല്ല, ദിനംതോറും നിഷേധിക്കുക. ഓരോ ദിവസവും പുതിയ പുതിയ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരും. അതിനെ നിഷേധിച്ചിട്ട് നിങ്ങൾ ദൈവരാജ്യത്തിൽ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്, ദൈവം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്, കാണുന്നത്, ഇഷ്ടപ്പെടുന്നത്, അതാണ് നിങ്ങൾ ധരിക്കേണ്ടത്. സ്വയം ത്യജിക്കുക, നിഷേധിക്കുക, നമ്മളുള്ള തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിക്കുക. നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, ഇവയെല്ലാം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് സ്വയം ത്യജിക്കൽ. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളോടുള്ള നിങ്ങളുടെ മനോഭാവം മാറി തുടങ്ങട്ടെ. സന്തോഷത്തോടെ നിങ്ങളുടെ ഡെയിലി ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്, ഭാരം എന്താണ്, എന്താണ് നിങ്ങളുടെ ഹൃദയത്തെ മതിക്കുന്നത്? അത് നിങ്ങൾ എടുത്ത് ഹാപ്പി ആയിട്ട് പുറകെ പോരാനായി പറഞ്ഞിരിക്കുന്നത്. എന്നെ അനുഗമിക്കുക. എന്താണ് യേശു പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ, പഠിപ്പിക്കലുകൾ, യേശു കാണിച്ചു തന്ന മാതൃകകൾ? അതനുസരിച്ച് നമ്മള് നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ പിന്നാലെ കൊണ്ടുപോവുക. അല്ലാതെ യേശു നമ്മുടെ മുന്നിൽ നടക്കുമ്പോ പുറകെ ഇങ്ങനെ പോകുന്ന പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യേശു പറഞ്ഞ പഠിപ്പിക്കല്, യേശുവിന്റെ മാതൃക അനുസരിച്ച് വേണം അവനെ ഫോളോ ചെയ്യുവാൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും യേശുവിനെ പരമമായ അധികാരിയാക്കി തീർക്കുക. ഈ പത്രോസിനോട് യേശു അവന് വരാൻ പോകുന്ന മരണത്തെ, അവന്റെ ഇഷ്ടപ്രകാരമല്ലാതെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ യേശു വെളിപ്പെടുത്തി കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? മർക്കോസിന്റെ സുവിശേഷം 8-27 എടുത്തേ. പത്രോസ് യേശുവിനെ അംഗീകരിച്ചതിന് ശേഷം, ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഈ ത്യജിക്കലിനെയും ഈ ക്രൂശെടുക്കലിനെ കുറിച്ചുള്ള ഉപദേശം പത്രോസിന് നൽകുന്നത്. മർക്കോസ് 8:27 മുതൽ വായിച്ചേ. അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിന്റെ കൈസരിക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി. വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട്, ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്നും ചിലർ. അപ്പൊ ഇവര് പറഞ്ഞു, ചിലര് പറയുന്നു യോഹന്നാൻ സ്നാപകൻ എന്നും, ഏലിയാവ് എന്നും ചിലര്, പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നും മറ്റു ചിലർ എന്നും. പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നും മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് പറഞ്ഞു ഉത്തരം. യേശു ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കിയവനോട് യേശു പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ മുകളിൽ ചിന്തിച്ചത്.
ഇത് പറഞ്ഞിട്ടാണ് മർക്കോസ് 8:34 വായിച്ചേ. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരുവനോടാണ് യേശു പറയുന്നത്, എന്റെ പിന്നാലെ വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിക്കുക, എന്നിട്ട് ഡെയിലി നിങ്ങളുടെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരോട് യേശു ആവശ്യപ്പെടുന്ന കാര്യമാണിത്. യേശുവിന്റെ ആഹ്വാനമാണിത്. ഇത് സാർവത്രികമായി സകലർക്കുമുള്ളതാണ്. യേശുവിന്റെ വ്യക്തിത്വം, യേശു ആരാണെന്ന് പത്രോസ് അംഗീകരിച്ച ഉടനെ തന്നെ നീ പ്രവേശിച്ചിരിക്കുന്ന ശിഷ്യത്വത്തിന്റെ ഭാരിച്ച ജീവിതം എന്താണെന്ന് യേശു പത്രോസിന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അപ്പൊ യേശുവിന്റെ പിന്നാലെയുള്ള വിളി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തലുകളുടെയും ത്യാഗങ്ങളുടെയും അനുസരണത്തിന്റെയും നിസ്വാർത്ഥതയുടെയും ജീവിതത്തിലേക്കുള്ള വിളിയാണ് യേശുവിന്റെ പിന്നാലെ പോകുവാനുള്ള വിളി. യേശുവിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് ദൈവരാജ്യത്തെ കാണാനും അനുഭവിക്കാനും ജീവിപ്പാനും സാധിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 14:22. അപ്പോസ്തലപ്രവൃത്തി 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് നാം അനേകം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. എന്താ കർത്താവിനെ ഫോളോ ചെയ്യുന്ന ശിഷ്യന്മാർ ഫോളോ ചെയ്യുന്നവരോട് പറഞ്ഞത്? നിങ്ങൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. എന്താ നിങ്ങളുടെ വിശ്വാസം? അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും. അപ്പൊ ദൈവരാജ്യത്തിന്റെ അവകാശങ്ങൾ, വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുന്നത്? കഷ്ടങ്ങളിലൂടെ കടന്നിട്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ കഷ്ടങ്ങൾക്ക് പോലും വലിയ വിലയുണ്ട്. ചെറിയ നിഷേധങ്ങൾക്ക് പോലും വിലയുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ വിലയുണ്ട്. കാരണം നിങ്ങൾ സാധാരണക്കാരല്ല, അസാധാരണക്കാരാണ്. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവരാജ്യ പ്രവേശനത്തിന് വിളി ലഭിച്ചവരാണ് നിങ്ങൾ. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂശെടുത്തുകൊണ്ട് പ്രവേശിക്കുക. നിരവധി കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്ന ശിഷ്യരുടെ മനസ്സിനെ അപ്പസ്തോലന്മാർ ഉറപ്പിക്കുന്ന ഉപദേശം ഇങ്ങനെയായിരുന്നു. കഷ്ടങ്ങളില്ലാന്നല്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശന കവാടം ഞെരുക്കങ്ങളും കഷ്ടതകളൊക്കെ ഉള്ളതായിരിക്കാം. എന്നാൽ നാശത്തിലേക്കുള്ള വഴിയോ സുഖകരമായ വഴിയാണ്. സുവിശേഷം 7:13. ഇടുക്കുവാതിലൂടെ അകത്തു കടപ്പിൻ,
എങ്ങനെയാ കിടക്കേണ്ടത്? ഇടുക്കുവാകും. ഇച്ചിരി ഇടുക്കൊക്കെ തോന്നുന്നു, ഇടുക്കവും ഞെരുക്കൊക്കെ. ഇടുക്കുവാതിലൂടെ കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. വിശാലമായ വഴിയിലൂടെ ഒരുപാട് പേര് തുറന്നു വെച്ചാൽ കയറിപ്പോകും. അതായത് ഇത് നല്ല സുഖകരമായ വഴിയാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്, നിങ്ങൾ പോന്നോളൂ പറഞ്ഞ ഒരുപാട് പേര് ആ വഴി കൂടെ പോകുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള വഴി അതല്ല, ഇടുക്ക് വഴിയാണ്. വിശാല വഴി എന്ന് പറഞ്ഞ ഉപദേശത്തിൽ വെള്ളം ചേർത്ത് മായം കലർത്തി, ക്രൂശില്ല, ബുദ്ധിമുട്ടില്ല, പ്രശ്നമൊന്നും ദൈവരാജ്യത്തിലില്ല എന്നാ പഠിപ്പിക്കുന്നെങ്കിൽ ഒരുപാട് പേര്, ആൾക്കൂട്ടം ഒരുപാട് വരും, പക്ഷെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇടുക്ക് വാതിലിലൂടെയാണ് പ്രവേശിക്കേണ്ടത്. 7:14 ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ചുരുക്കം പേരാണ് ഈ വഴി തിരിച്ചറിയുക. ഈ വഴിയിലൂടെ പോകുന്ന, ഈ ലോകത്തിലുണ്ടാകുന്ന കഷ്ടങ്ങൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ ഇതൊരു വിഷയമല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കാരണം അവിടെ കഷ്ടതയില്ല, അവിടെ കണ്ണുനീരില്ല. ഹല്ലേലൂയ. അവിടെ ശത്രുക്കളുണ്ടോ? അവിടെ ശത്രു ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് വിളിക്കപ്പെട്ട നിങ്ങൾ ഒരു പുതു ക്ഷമിക്കുന്ന സ്വഭാവമുള്ള, സഹിക്കുന്ന സ്വഭാവമുള്ളവരാക്കി നിങ്ങളെ രൂപാന്തരീകരിച്ച് അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് ഈ വിളിയുടെ രഹസ്യം. അതിനാണ് എന്റെ പിന്നാലെ വരാൻ പറഞ്ഞത്. ഫോളോ മീ. രണ്ട് തെസ്സലോനിക്ക 1:5 POC ഒന്ന് വായിക്കാമോ? 2 തെസ്സലോനിക്ക 1:5. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ഏത് രാജ്യത്തിന് വേണ്ടി? ദൈവരാജ്യത്തിന് വേണ്ടി. ഈ ലോകത്തിന് വേണ്ടിയല്ല. ഒരു വിളിക്കപ്പെട്ട ദൈവ പൈതലിന്റെ കഷ്ടതകൾ ഈ ലോക രാജ്യത്തിനു വേണ്ടിയുള്ളതല്ല, ഇവിടുത്തെ ജീവിതത്തിനു വേണ്ടിയുള്ളതല്ല. ദൈവരാജ്യത്തിനു വേണ്ടിയല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിന്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണിവയെല്ലാം. അപ്പൊ ഇതൊരു തെളിവാണ്. ദൈവരാജ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ കഷ്ടതകൾ സഹിക്കുന്നത്. ഈ കഷ്ടതകൾ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാണ് എന്നുള്ള ദൈവത്തിന്റെ നീതിയോടെയുള്ള തീരുമാനത്തിന്റെ തെളിവാണിത്. അപ്പോൾ ദൈവരാജ്യത്തിൽ പോകുന്ന ഈ വഴിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, ഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിറവേറ്റുന്ന ഈ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് താഴ്മയോടെ നിങ്ങളെ തന്നെ സമർപ്പിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ, നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദൈവത്തിന്റെ ആത്മാവിങ്ങനെ പറയുന്നു, ഒരു തെളിവാണിത്. ഇത് ദൈവത്തിന്റെ നീതിപൂർവകമായ നിശ്ചയത്തിന്റെ തെളിവാണ്. നിങ്ങൾ ദൈവരാജ്യത്തിന് യോഗ്യരാണ് എന്നതിന്റെ അടയാളമാണിത്. ഇതിന് വിട്ടോടാനല്ല നീ ആഗ്രഹിക്കേണ്ടത്. ഇത് വഹിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞ്, നന്ദി പറഞ്ഞ്, ഹല്ലേലൂയ, ഈ ദൈവരാജ്യ അനുഭവത്തിൽ നീ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിന് നീ അർഹയാണ് എന്നത് ദിനംതോറും ദൈവം വെളിപ്പെടുത്തി തരികയാണ് നിനക്ക്. അപ്പോഴാണ് നീ പറയുന്നത്, അയ്യോ എനിക്ക് വയ്യ, ഞാനില്ല, എനിക്ക് പറ്റണില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പൊ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ, ചെയ്യുമ്പോൾ, ജീവിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ, പൊറുക്കുമ്പോൾ, വേല ചെയ്യുമ്പോൾ, കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ, ഇവ സഹിക്കുന്ന നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, അത് ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാണെന്ന് നിങ്ങൾക്ക് തെളിവ് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 2 തെസ്സലോനിക്ക 1:4 POC വായിച്ച്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും, നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന എല്ലാ ഞെരുക്കങ്ങളും, പീഡകളിലും, ദുരിതങ്ങളിലും നിങ്ങൾ ചിലര് പറയുന്ന ഈ പീഡകളൊക്കെ കർത്താവിനെ പ്രതി ഉള്ളതല്ലേ, ഇതൊക്കെ ഈ ദുരിതങ്ങളൊക്കെയോ? ഇതെല്ലാം കൂടെ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണോ സഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പീഡകളും ആ ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും അപ്പൊ തെസ്സലോനിക്കയിലുള്ള കർത്താവിനെ ഫോളോ ചെയ്യുന്നവർ, അവർക്കുണ്ടാകുന്ന സഹനങ്ങളും പീഡകളും ദുരിതങ്ങളും, അതിനകത്ത് അവർ സ്ഥൈര്യത്തെ പ്രകടിപ്പിച്ചു. അവർ മനഃശാഞ്ചല്യമുള്ളവരായിരുന്നില്ല, അവർ ചിരിക്കാൻ കഴിയാത്തവരായിരുന്നില്ല, അവർ നെടുവീർപ്പിടുന്നവരായിരുന്നില്ല, അവർ സ്ഥൈര്യമുള്ളവരായിരുന്നു. ഇവരോട് പറയുകയാണ്, നിങ്ങളുടെ പീഡകളിലും നിങ്ങളുടെ ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ ആത്മവിശ്വാസം ഉണ്ടല്ലോ, നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ ധൈര്യം ഉണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സന്തോഷവും ആനന്ദവും ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ വിശ്വാസത്തെ കുറിച്ച് ദൈവത്തിന്റെ സഭകളിൽ ഞങ്ങൾ അഭിമാനിക്കാറുണ്ട് എന്ന് പൗലോസ് പറയുകയാണ്. തെസ്സലോനിക്കയിലുള്ളവരെ, നിങ്ങളെ ഓർത്ത് കൊരിന്ത്യ സഭയിൽ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ അഭിമാനത്തോടെ പഠിപ്പിക്കുകയാണ്. കാരണം വിളിക്കപ്പെട്ട നിങ്ങൾക്കുണ്ടാകുന്ന ഞെരുക്കങ്ങളിൽ, ദുരിതങ്ങളിൽ, പീഡകളിൽ തളർന്നു പോകാതെ സ്ഥൈര്യത്തോടെ വിശ്വാസത്തിൽ ഉറച്ച് നിങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോസ്തലരായ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിങ്ങളുടെ പ്രത്യാശ നിങ്ങളുടെ ഞെരുക്കങ്ങളിൽ, ദുരിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാതെ സ്ഥൈര്യവും വിശ്വാസവും ഉള്ളവരായിരിക്കും. ഓരോ ഞെരുക്കങ്ങളും ദുരിതങ്ങളും ശൂന്യതകളും ഇല്ലായ്മകളും നിങ്ങൾ ദൈവരാജ്യത്തിന് അർഹരാണ് എന്നതിന്റെ അടയാളം മാത്രമാണ്. ഗലാത്യ 5:24. ഗലാത്യ 5:24. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഹലോ, നിങ്ങൾ യേശുവിനുള്ളവരാണോ? ആണെങ്കിൽ നിങ്ങളുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും അതിന്റെ മോഹങ്ങളോടും കൂടെ എന്ത് ചെയ്യും? ക്രൂശിച്ചിരിക്കും. എല്ലാരും പറഞ്ഞേ, ജഡത്തിന്റെ രാഗങ്ങളും മോഹങ്ങളും യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ശരീരത്തിന്റെ രാഗമോഹങ്ങൾ ക്രൂശിച്ച ക്രിസ്ത്യാനികളാണ് ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തുവിലുള്ളവരാണോ നിങ്ങൾ? ജഡത്തിന്റെ സകല രാഗമോഹങ്ങളെയും ക്രൂശിക്കുന്നവരായിരിക്കും നിങ്ങൾ. ജഡത്തിലുള്ള ജീവിതമല്ല ദൈവരാജ്യത്തിലുള്ള ജീവിതം. കാരണം ഈ ജഡം അവിടെ ഉണ്ടോ? ദൈവരാജ്യത്തിനകത്ത് ഇതില്ല. അതുകൊണ്ട് ഇതിന്റെ രാഗമോഹങ്ങൾ അവിടെയില്ല. അതുകൊണ്ടാണ് അതിനെ കൃഷി തറച്ചോളം പറഞ്ഞതിന്റെ കാര്യം. ദൈവരാജ്യം കാണണമെങ്കിൽ തന്നെ വീണ്ടും ജനിക്കാനാ പറഞ്ഞത്, അല്ലേ? വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം കാണാൻ പോലും പറ്റിയല്ല. അപ്പോ
ഈ ദൈവരാജ്യം നമ്മുടെ അവകാശമാണ്. ജഡത്തിലല്ല ദൈവരാജ്യം നമ്മൾ അവകാശമാക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യനിലൂടെയാണ്. നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ദേഹി, ഇതാണ് ദൈവരാജ്യത്തെ അവകാശമാക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:50 ഇങ്ങനെ പറഞ്ഞത്. 1 കൊരിന്ത്യർ 15:50. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. മാംസരക്തങ്ങൾക്ക് അതിന്റെ രാഗമോഹങ്ങൾക്കൊന്നും ദൈവരാജ്യത്തെ അവകാശമാക്കാൻ പറ്റത്തില്ല. ഈ ജഡത്തിന് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ പാപബാധിതമായ ശരീരങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ല. Not for God's kingdom. നമ്മുടെ ഈ ശരീരങ്ങൾ ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥയ്ക്ക് ആയി സജ്ജീകരിക്കപ്പെട്ടവയല്ല. ഇത് ഈ ദൈവരാജ്യത്തെ അനുഭവിക്കുന്ന പൂർണ്ണതയുള്ള യഥാർത്ഥ ശരീരത്തെ നമുക്ക് തരുന്നത് പുനരുത്ഥാന വേളയിലാണ് നമുക്ക് തരുന്നത്. ആ ശരീരം പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശരീരത്തിന്റെ രാഗമോഹങ്ങളെ ക്രൂശിൽ തറയ്ക്കുന്നത്. എത്ര പേരെന്റെ കൂടെയുണ്ട്? ഹല്ലേലൂയ. യേശു വരുമ്പോൾ നമുക്കൊരു പുനരുത്ഥാന ശരീരം ലഭിക്കും. അത് ഈ അസ്ഥി, മാംസ, ഞരമ്പ്, രക്തങ്ങളുള്ളതെല്ലാം തേജസ്കരിക്കപ്പെട്ട ഒരു പുതിയ ശരീരം. ഹല്ലേലൂയ. അപ്പൊ യേശു ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നത് ലൂക്ക 17:20. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണാത്തക്കവണ്ണമല്ല വരുന്നത്, അല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പൊ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ആ ദൈവരാജ്യത്തെ ഈ ശരീരം കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ശരീരത്തെ അവനോടൊപ്പം ക്രൂശിക്കാൻ പറഞ്ഞിരിക്കുന്നത്. രാഗമോഹങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ ദൈവരാജ്യത്തെ അനുഭവിക്കാൻ സാധ്യമല്ല. ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത്. ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. The kingdom of God is within you. അതിന്റെ അർത്ഥം നിങ്ങളിലുണ്ടല്ലോ എന്നാണ്. നമ്മളിൽ തന്നെ ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുകയാണ്. ദൈവരാജ്യം നമ്മിൽ വന്നതിനാൽ ക്രിസ്തുവിനുള്ളവ നമ്മുടെ ജഡത്തിന്റെ രാഗങ്ങളെയും മോഹങ്ങളെയും അവനോടൊപ്പം കുരിശിൽ തറച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിന് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ, പുതിയൊരു രാജ്യം എന്റെ മേൽ വന്നിരിക്കുന്നതിനാൽ, ഞാൻ പുതിയ രാജ്യത്തിലെ പ്രജയാകയാൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ജഡത്തിന്റെ രാഗമോഹങ്ങൾ എല്ലാവർക്കും അറിയാം അല്ലേ? എന്തൊക്കെയാണ്? അശുദ്ധി, വ്യഭിചാരം, ദുർവൃത്തി, ദുർനടപ്പ്, ദുർമോഹം, വിഗ്രഹാരാധന. വിഗ്രഹാരാധന തന്നെയായ അത്യാഗ്രഹങ്ങൾ, ധനമോഹങ്ങൾ, ആഭിചാരം, ശത്രുത, കലഹം, പക, നുണ, സംശയം, അസൂയ, കോപം, മാത്സര്യം, ശാഠ്യം, അനുസരണമില്ലായ്മ, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മതോത്സവം. ഇതെല്ലാം കാണുന്നത് ഗലാത്യ 5:19 മുതൽ 21 വരെ. കൊളോസ്യോസ് 3:5 ഉണ്ട്. അവിടെ പറയുന്നു ഇങ്ങനെ: ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പീ. ലോകത്തിലുള്ള നിങ്ങളുടെ അവയവങ്ങളാണ്, ലോകത്തിലുള്ള അവയവങ്ങളുടെ സ്വഭാവമാണിത്. ഇത് ദൈവരാജ്യത്തിൻ്റെതല്ല. ഇതിനെ മരിപ്പിപ്പീ. നെക്രോവോ, കൊല്ലുക.
മരിപ്പിക്കുക. മരിപ്പിക്കുന്നിടത്താണ് ദൈവരാജ്യത്തിന്റെ ജീവൻ ചലിക്കുക. മരിക്കുന്നിടത്ത് ആരംഭിക്കുന്നതാണ് ദൈവരാജ്യത്തിന്റെ പ്രവർത്തികൾ, സ്വർഗരാജ്യത്തിന്റെ പ്രവർത്തികൾ. ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഈ അബ്രഹാമിനും സാറയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? സത്യത്തിൽ അതിന്റെ യഥാർത്ഥ അർത്ഥം ഇങ്ങനെയാണ്: അവർ മരിച്ചതിന് ശേഷമാണ് അവർക്കാരുണ്ടായത്, കുഞ്ഞുങ്ങളുണ്ടായത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു കേട്ടോ. അവരുടെ ശരീരം മരിച്ചതുപോലെ ആയ ശേഷം. ഹെബ്രായർ 11:12 വായിക്കാമോ? ഹെബ്രായർ 11:12. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായ, അതിന്റെ ആന്തരിക അർത്ഥം നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവനു തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വാഗ്ദത്തങ്ങൾ ലഭിക്കുകയാണ്, അവകാശങ്ങൾ ലഭിക്കുകയാണ്, ദൈവരാജ്യത്തിലെ നന്മകൾ ലഭിക്കുകയാണ്. മൃതപ്രായമായവന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണി കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. മൃതപ്രായമായവനിലൂടെ സന്തതികൾ ജനിക്കപ്പെടുന്നു. യഥാർത്ഥം നിന്റെ ജഡമോഹങ്ങൾ മരിക്കുന്നിടത്ത് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി ശക്തി പ്രാപിക്കാൻ തുടങ്ങുന്നു. അവരുടെ ശരീരം മൃതാവസ്ഥയിലായപ്പോൾ അവരുടെ വിശ്വാസം ക്ഷീണിക്കുകയല്ല ചെയ്തത്, വിശ്വാസം വർദ്ധിച്ചു. അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ജഡമോഹങ്ങളെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ സംഭവിക്കുന്നത്. റോമേ 6:19 വായിച്ചേ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്ക് സമർപ്പിച്ചതുപോലെ അല്ല, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനു വേണ്ടി ക്രിസ്തുവിന് സമർപ്പിക്കുവിൻ, അടിമകളാക്കി സമർപ്പിക്കുവിൻ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അടിമയെ പോലെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി ഞാനല്ല, എന്റെ ഹിതമല്ല, എന്റെ ഇഷ്ടമല്ല, അവന്റെ ഇഷ്ടം. അപ്പോഴാണ് അവന്റെ ഹോളിനെസ്, അവന്റെ പരിശുദ്ധി എന്റെ മേൽ വ്യാപരിക്കുക. റോമേ 6:12. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്, വാഴാൻ അനുവദിക്കരുത്. പാപങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കത്തക്ക വിധം അത് വാഴാൻ നിങ്ങൾ അനുവദിക്കരുത്. 6:13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളെ പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളുടെ നാവ്, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ പ്രവൃത്തികളെ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. മറിച്ച് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും, നിങ്ങൾ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. യേശുവിനോട് ഒപ്പം മരിച്ച് ഉയർത്തെഴുന്നേറ്റവരുടെ അടയാളമാണിത്. നിങ്ങൾ മരിച്ചവരാണെന്നും മരിച്ച ശേഷം ജീവിക്കുന്നവരാണെന്നും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവരാജ്യത്തിലുള്ള നിങ്ങളുടെ ജീവിതം സ്വാതന്ത്ര്യം പ്രാപിച്ച ജീവിതമാണ്. റോമേ 6:22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു.
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെതാകിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം ഒന്ന് വിശുദ്ധീകരണവും, ആ വിശുദ്ധീകരണത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ അവനോടൊപ്പം മരിച്ചു എന്നാണ് അർത്ഥം. മരിച്ചെങ്കിൽ നിന്റെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളോടൊപ്പം നീ സംസ്കരിക്കപ്പെട്ടു. എന്നേക്കുമായി നിന്റെ പഴയ ജീവിതം സംസ്കരിക്കപ്പെട്ടു. സംസ്കരിക്കപ്പെട്ടുവെങ്കിൽ സംസ്കരിക്കപ്പെട്ട നിങ്ങളിൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കും. നിങ്ങൾ പുതു മനുഷ്യനായി ഉയർപ്പിക്കുന്നു. അതുകൊണ്ടാണ് കൊളോസ്യർ 3:2 പറഞ്ഞത്. കൊളോസ്യോസ് 3:2 ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത് ഏതാ? ഈ ലോകരാജ്യത്തിലെ ചിന്തകൾ മാറ്റുക, ദൈവരാജ്യത്തിലെ ചിന്തകളിലേക്ക് പ്രവേശിക്കുക. യേശു വന്നത് പുതിയൊരു രാജ്യത്തിന്റെ ഉപദേശവുമായിട്ടാണ്. ഈ രാജ്യത്തിന്റെ ചിന്തകളല്ല നിങ്ങൾ ഇനി ഭരിക്കേണ്ടത്. ഈ രാജ്യത്തിന്റെ ചിന്തകളാലല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ വിശ്വാസം ഈ ലോക രാജ്യത്തിനു വേണ്ടിയുള്ളതല്ല. ദൈവരാജ്യത്തിലുള്ള കാര്യങ്ങൾ കണ്ട് നിങ്ങൾ വിശ്വസിക്കാനും പറയാനും പ്രഖ്യാപിക്കാനും തുടങ്ങുക. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ, വായിച്ചേ, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. 3:3 കൊളോസ്യർ 3:3 നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിലുള്ളതായിട്ട് ചിന്തിക്കരുത്. ഹലോ, കർത്താവിന്റെ പിന്നാലെ പോകുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവരാജ്യത്തിനുള്ളതാണ് ചിന്തിക്കേണ്ടത്. ദൈവരാജ്യത്തിനുള്ളതാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ദൈവരാജ്യത്തിനുള്ളതാണ് നിങ്ങൾ സ്വപ്നം കാണേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യം ദൈവരാജ്യത്തിലുള്ളതായിരിക്കണം. 1 കൊരിന്ത്യർ 15:19 നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ, ഇവിടത്തെ കാര്യത്തിനു വേണ്ടിയാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ ഭൂമിയിലുള്ള കാര്യത്തിനു വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നതെങ്കിൽ, പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ചർച്ചിൽ പോകുന്നെങ്കിൽ, സ്നാനപ്പെടുന്നതെങ്കിൽ, നിങ്ങളെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആരാണ്? സകല ഈ ലോകത്തിലുള്ള മനുഷ്യരിലും വെച്ച് ഏറ്റവും അരിഷ്ടന്മാര് നിങ്ങളാണ്. ആരാ? ക്രിസ്തുവിന്റെ പിന്നാലെ വന്ന നിങ്ങൾ. കാരണം നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് ഏതാ? ഈ ലോകത്തിലാണ്. ഉപദേശങ്ങൾ എന്തെല്ലാമാണല്ലേ. ഈ ജീവിതത്തിലാണ് നിങ്ങൾക്ക് ഇവിടത്തെ കാര്യം കിട്ടാൻ വേണ്ടി അല്ലേ. നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ആഗ്രഹവും ഈ ലോകത്തിലെ ആവശ്യങ്ങളിൽ, ഈ ലോകത്തിലെ കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും ഏറ്റവും അരിഷ്ടനത്രേ. അത് ബിയോസിയിൽ ഒന്ന് വായിച്ചേ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് ചിലർ. അതാണ്, ഇവിടത്തെ കിട്ടിയില്ലെങ്കിൽ അവര് പിന്നെ വരികയല്ല പിന്നെ പ്രാർത്ഥനയ്ക്ക്. ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള ഈ ജീവിതം, ഈ ശരീരം, ഈ ഭൂമി, ഈ വീട്, എന്റെ കൂടപ്പറപ്പുകള്, എന്റെ ചുറ്റുപാട്, എന്റെ ജോലി, എന്റെ കാര്യം, എന്റെ ബിസിനസ്, ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ
നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ബാക്കിയുള്ള കണാരനേക്കാളും നിർഭാഗ്യവാനാണ് എല്ലാ മനുഷ്യനേക്കാളും. ഉയർപ്പിക്കപ്പെട്ടവന്റെ പ്രത്യാശ ഇവിടെയല്ല. നിങ്ങൾ മരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത്. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ പ്രത്യാശ ലോകത്തിലുള്ളതിലായിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സ്വപ്നങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം ഉയരത്തിലുള്ളതായിരിക്കട്ടെ. ഉയർപ്പിക്കപ്പെട്ടവരെല്ലാം തല ഉയർത്തി നിൽക്കട്ടെ. ദൈവരാജ്യത്തിലുള്ളത് അനുഭവിക്കട്ടെ. ദൈവരാജ്യത്തിലുള്ളത് കാണാൻ തുടങ്ങട്ടെ. ദൈവരാജ്യത്തിലെ കാഴ്ചകൾ അനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. ദൈവരാജ്യത്തിന്റെ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന വിശ്വാസമാണ്. നിങ്ങൾ ദൈവരാജ്യത്തിൽ നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവൻ തന്നുകൊള്ളും. അവനെ അനുഗമിക്കും. അവനെ ഫോളോ ചെയ്യുമ്പോൾ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ, നിങ്ങളെ എങ്ങനെ കൊണ്ടുപോകണമോ അത് നിങ്ങളിൽ വന്ന് ചേർന്നുകൊള്ളും. നിങ്ങൾ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവന് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അവന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ നഷ്ടമാക്കുന്നോ നിങ്ങൾ നേടുകയാണ്. അവനെ പ്രതി നിങ്ങൾ എന്തെല്ലാം വിട്ടുകളയുന്നോ നിങ്ങൾ നേടുന്നവരായി മാറുകയാണ്. അതാണ് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പൾ. ഈ ലോകരാജ്യം അങ്ങനെയല്ല. നഷ്ടപ്പെടുത്തിയാൽ നഷ്ടമാണ്. നേടിയെടുത്താലാണ് കിട്ടുക. പക്ഷെ ദൈവരാജ്യം അങ്ങനെയല്ല. നഷ്ടപ്പെടുത്തുമ്പോഴാണ് ദൈവരാജ്യത്തിൽ നേടിയെടുക്കുന്നത്. ലോകരാജ്യത്തിൽ നാം ക്ഷമിക്കുമ്പോൾ നമ്മൾ താഴ്ന്നവരായി തീരും. നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നതിന്റെ മുന്നിൽ. പക്ഷെ ദൈവരാജ്യത്തിൽ അവനാണ് വലിയവൻ. ലോകരാജ്യത്തിൽ ചെറിയവൻ, ദൈവരാജ്യത്തിൽ വലിയവനത്രേ. നിങ്ങളുടെ കാഴ്ച ഇവിടെ ആയിരിക്കരുത്. നിങ്ങളുടെ കാഴ്ച ദൈവരാജ്യത്തിലായിരിക്കണം. ദൈവരാജ്യത്തെ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ തീരുമാനമെടുക്കാൻ. ദൈവരാജ്യത്തെ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ വേല ചെയ്യുവാൻ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിന് മഹത്വപ്പെടുത്തക്ക വിധത്തിൽ ദൈവരാജ്യത്തിന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിനെ കണ്ടുകൊണ്ട് കഷ്ടതകൾ സഹിക്കുക. അതിനെ കണ്ടുകൊണ്ട് ദുരിതങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടിവയറിന്മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുവാനുടെയോ അഭിനയിക്കട്ടെ. ഉദരത്തിൽ അതിനുള്ള മുഴകളാം പ്രത്യക്ഷമാകട്ടെ. യൂറിൻ ഇൻഫെക്ഷനുകൾ അണിയട്ടെ. ഗർഭപാത്ര സംബന്ധമായ പ്രശ്നങ്ങൾ അണിയട്ടെ. ജീസസ്, 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 ജീസസ്. കർത്താവിന്റെ കരം ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. ആരുടെയൊക്കെയോ തൊഴിൽ കർത്താവിന്റെ കരം ഇറങ്ങി വരുന്നു. ഞാൻ ലോകരാജ്യത്തിൻ്റെതല്ല എന്ന തിരിച്ചറിവോടെ പ്രാർത്ഥിച്ചു ഞാൻ ലോകരാജ്യത്തിൻ്റെതല്ല, ദൈവരാജ്യത്തിൻ്റെതാണ്. ഈ ഭൂമിയിലുള്ളതൊക്കെ ഞാൻ ചിന്തിക്കേണ്ടത്
യേശുവിലേക്ക് വന്ന എന്റെ സ്വപ്നങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ ദൈവരാജ്യത്തിനുള്ളതായി മാറുകയാണ്. ഒരു രൂപാന്തരീകരണം ഉണ്ടാകട്ടെ. പത്രോസ് എന്തിനെയൊക്കെ ഭയപ്പെട്ടിരുന്നോ, അവന് രൂപാന്തരീകരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. എന്റെ ഇഷ്ടമല്ല, എന്റെ ഹിതമല്ല, അവന്റെ ഹിതമാണ്, അവന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രാർത്ഥനയിലായിരിക്കുന്ന മകനെ മകളെ, നീ ക്രിസ്തുവിനുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഹല്ലേലൂയ യേശു പറയുന്നു, എന്നെ ഫോളോ ചെയ്ത് എന്നെ അനുഗമിക്കും. നിന്റെ ജീവിതത്തിൽ നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ ഇഷ്ടങ്ങളെല്ലാം അസ്തമിക്കുന്നത് പോലെ, നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നെങ്കിൽ ദൈവരാജ്യത്തിലുള്ള പൈതലിനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ദൈവരാജ്യത്തിൽ ഉള്ളവനാണ് എന്നതിന്റെ തെളിവാണിത്. സ്വർഗീയ കരം ഓരോ മക്കളുടെ മേലും ഇറങ്ങി വരട്ടെ. സ്വർഗീയ ബലം ഓരോ മക്കളും പ്രാപിക്കട്ടെ. എല്ലാ ഇരുളുകളും ആധിപത്യങ്ങളും അടിയട്ടെ. ഒരാഴമേറിയ സമർപ്പണം ഉണ്ടാകട്ടെ. യേശുവേ നന്ദി, യേശുവേ. എല്ലാ കണ്ണുകളും അടയട്ടെ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നീ. യേശു കർത്താവാണ്, യേശു ദൈവമാണെന്ന് നീ അംഗീകരിക്കുന്നതോടുകൂടെ ആ വിളിയിലേക്ക് നീ പ്രവേശിക്കുകയാണ്. അങ്ങനെ വിളിക്കപ്പെട്ടവരുടെ ജീവിതം ഒരു പാസ്കൽ ലൈഫാണ്. യേശുവിന്റെ മരണത്തോടും യേശുവിന്റെ സംസ്കാരത്തോടും യേശുവിന്റെ ഉയർപ്പിനോടും ചേരുന്ന ജീവിതമാണ്. എന്നും മരണമല്ല, എന്നും സംസ്കാരമല്ല. നീ പഴയ മനുഷ്യനോട് മരിക്കുകയും ക്രിസ്തുവിൽ മറിയപ്പെടുകയും ചെയ്യുന്നതോടുകൂടെ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടൊരു ഉയർപ്പ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഒരു ഉയർപ്പിന്റെ ജീവിതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഉയർപ്പോടെ ഉയർപ്പിക്കപ്പെട്ട ഈ ശരീരത്തോടുകൂടിയല്ല, ഉയർപ്പിക്കപ്പെട്ട ശരീരം ആത്മമനുഷ്യനായിക്കൊണ്ട് ഈ ലോകത്തിൽ നീ വ്യാപരിക്കാൻ പോവുകയാണ്. ഒരേ സമയം ലോകരാജ്യത്തിൽ നീ ശരീരത്തിലായിരിക്കുമ്പോൾ നിന്റെ ആത്മമനുഷ്യൻ ദൈവരാജ്യത്തിലായിക്കൊണ്ട്, ദൈവവുമായുള്ള ഇടപാടുകളിലായിക്കൊണ്ട്, പരിശുദ്ധാത്മാവിനോട് ചേർന്നുകൊണ്ട്, സ്വർഗീയ ദൂതന്മാരോട് ചേർന്നുകൊണ്ട് അവിടുത്തെ പ്രകൃതി, അവിടുത്തെ ഹിതത്തെ നിറവേറ്റിക്കൊണ്ട് ഉന്നതമായൊരു ജീവിതം നയിക്കുകയാണ്. അതിനാണ് നിന്റെ വിളി, അതിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ സകല തീരുമാനങ്ങളും എടുക്കേണ്ടത് അവനാണ്. അതാണ് യേശുവിനെ ഫോളോ ചെയ്യുന്ന വിളി. ആ വിളിയിൽ അതാണ് സംഭവിക്കുന്നത്. പ്രിയ മകനെ മകളെ, പത്രോസിന്റെ ജീവിതത്തിലെ മരണം പോലും അവന്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ല. നിന്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കേണ്ടതൊന്നും നിന്റെ ഹിതപ്രകാരമല്ല, അവന്റെ ഹിതപ്രകാരമാണ്. നീ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും നീ ദൈവത്തോട് പറയേണ്ടത് നിന്റെ ഹിതമായിരിക്കണം. അവന്റെ ഹിതം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിന്റെ ഇഷ്ടങ്ങളെ ത്യജിക്കുക. നിന്റെ ഇഷ്ടങ്ങളുടെ പ്രാർത്ഥനകളെ അവസാനിപ്പിക്കുക. അവന്റെ ഹിതങ്ങളെ അറിയാൻ തുടങ്ങുക. അവന്റെ ഹിതാനുസരണം നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാനിന്ന യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ.
പകരം എന്തു നൽകും ഞാൻ എന്നാരോഗ്യം നൽകും പറയാൻ കർത്താവേ